ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2-ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എപ്പിസോഡ് എൻ്റെ ഒരു റിവ്യൂ നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് തന്നെ കരുതുന്നു. കാരണം അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ ഒരു വ്യത്യാസങ്ങളെ അതിലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഏകദേശം സ്റ്റോറി തമിഴിൽ വരുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ മലയാളം സീരിയലിലും വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളെ വരാനിരിക്കുന്ന വിശേഷം എന്തൊക്കെയാണെന്ന് കേട്ടാലോ? അങ്ങനെ നമ്മുടെ അനു ആ സത്യങ്ങളൊക്കെ നമ്മുടെ മീനാക്ഷിയോടും മിത്രയോടും പറയാണ്. കാരണം അവർ തനിക്ക് അനുവിന് വേണ്ടിയിട്ട് ഒരുപാട് സ്നേഹവും എല്ലാം ദേവി അതുപോലെ തന്നെയാണ്. പക്ഷേ എങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിനും ഒക്കെ നിൽക്കുകയും അനുവിൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ നിന്ന ഒരു ഏട്ടത്തിമാരാണ് മീനാക്ഷിയും മിത്രയും. അപ്പോൾ അവർ ഇത്രയും നിർബന്ധിക്കുമ്പോൾ അനുവിന് ആ സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ എന്തായാലും കഴിയില്ല. അങ്ങനെ അനു ആ സത്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മീനാക്ഷി മിത്രയും കൂടെ പറഞ്ഞു, മോളെ അനു, നീ ഇനി ഒന്നും നോക്കണ്ട, ഈ താലി ചരട് അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് നീ ഇപ്പോൾ തന്നെ നമ്മുടെ ദേവമംഗലത്തേക്ക് വന്നോളൂ. അവിടെ ആരും നിന്നെ ഒന്നും പറയില്ല, കാരണം ഈ സത്യം അവരൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മോൾ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നീ വേഗം തന്നെ അവരുടെ അടുത്ത് വന്ന് ഈ സത്യങ്ങളൊക്കെ പറയണമെന്ന് പറയണേ. അപ്പോൾ അനു പറഞ്ഞു, ഒരിക്കലും ഇല്ല ഏട്ടത്തിമാരെ, കാര്യം നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ സത്യങ്ങൾ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണ് എൻ്റെ രണ്ട് ഏട്ടത്തിമാരും. അപ്പം നിങ്ങളുടെ നിർബന്ധത്തിൽ എനിക്ക് അങ്ങനെ അത് പറയാതെ എൻ്റെ മനസ്സ് എനിക്ക് പറയാതിരിക്കാൻ എൻ്റെ മനസ്സ് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്, ഇനി ഞാനൊരു തിരിച്ചു വരവുണ്ടായില്ല. കാലോകിനെ ഞാൻ ഇനി 8ൻ്റെ പണി കൊടുത്താലേ ഞാൻ അടങ്ങുള്ളൂ. എൻ്റെ ജീവിതം എൻ്റെ അച്ഛനെയും അമ്മയെയും ഏട്ടന്മാരെയും ഏട്ടത്തിമാരെയും ഉൾപ്പെടെ നാട്ടുകാരുടെ മുന്നിൽ അത്രയ്ക്ക് നാണം കെടുത്തിയതാണ് അലോക്. അതുകൊണ്ട് ഇനി അലോകിന് 8ൻ്റെ പണി ആ കൃഷ്ണമംഗലം കുടുംബത്തിന് ഞാൻ കൊടുക്കാണ്ടിരിക്കില്ല എന്ന് ശബ്ദം എടുത്തുകൊണ്ട് തന്നെയാണ് അനു പറഞ്ഞത്, നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കരുതെന്ന്. ഒടുവിൽ മീനാക്ഷിയും ഇത്രയും പറഞ്ഞു, മോളെ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അലോകിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ അപ്പോൾ തന്നെ ഏട്ടത്തിമാരെ വിളിച്ചോണം. കാരണം നീ മുന്നും പിന്നെ ഒന്നും നോക്കണ്ട, എന്ത് തന്നെ നിനക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ ആ നിമിഷം ഞങ്ങളുടെ അടുത്ത് വിളിച്ചാൽ മതി എന്നൊക്കെ പറയണം. അങ്ങനെ ഏട്ടത്തിമാരെ കെട്ടിപ്പിടിച്ച് അനു സങ്കടവും സന്തോഷവും ഒക്കെ പങ്കിട്ടിട്ട് അനു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരേണ്ട കേട്ടോ. ഇതേ സമയം നമ്മുടെ മിത്ര നേരെ വീട്ടിലോട്ട് ദേവമംഗലത്തോട്ട് വന്നില്ല, വേറെന്തോ ആവശ്യത്തിനായിട്ട് പോവുകയാണ്. ആ സമയം നമ്മുടെ മീനാക്ഷിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ മീനാക്ഷി നേരെ ദേവമംഗലത്തേക്ക് വരികയാണ്. കാര്യം ഇതിൻ്റെയൊക്കെ പിന്നിൽ സുകന്യാണ്. അങ്ങനെ സുകന്യയോടുള്ള ആ ഒരു അടങ്ങിയാ തീരാത്ത അത്രയും ദേഷ്യം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇമാതിരി ആക്കി തീർത്തത് ആ സുകന്യ എന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് അവരെ ഇനി 8ൻ്റെ പണി അവർക്കിട്ട് കൊടുക്കണം എന്നുള്ള ആ ഒരു മനസ്സോടുകൂടിയാണ് മീനാക്ഷി ദേവമംഗലത്തേക്ക് പറഞ്ഞത് കേട്ടോ. ഈ സമയം നമ്മുടെ ആനന്ദ് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് ദേവി ചെന്നിട്ട് ചോദിക്കും, ഇന്നെന്താ ആനന്ദ് ഏട്ടാ ജോലിക്ക് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തോ പോയില്ല ഞാനെന്ന് ആനന്ദ് മറുപടി പറയുന്നത്. അപ്പോൾ ദേവി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞ്, എനിക്ക് മനസ്സിന് അത്ര സുഖമില്ല, ഓരോരുത്തരും ഓരോന്ന് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ, അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടോ. ഈ സമയം ദേവി പറഞ്ഞു, എന്നോടും 1-2 പേരൊക്കെ ചോദിച്ചു, ഞാനും ഓരോ മറുപടി കൊടുത്തു, അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യണേ? ആൾക്കാർക്ക് മറുപടി കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവിക്കൊരു സന്തോഷം, കാരണം ആനന്ദിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്നേഹത്തോടെ ആ ഒരു മറുപടി പറഞ്ഞു കേട്ടപ്പോൾ തന്നോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ ദേവിക്ക് മാറി ആനന്ദിന് മാറി എന്നുള്ളൊരു ഇതായിരുന്നു ദേവിക്ക്. അപ്പോൾ ദേവി അങ്ങനെ ഇരുന്ന സമയത്ത് ആനന്ദ് നേരെ ചെന്നൊരു ബാഗ് എടുക്കുക കേട്ടോ. ഈ ബാഗ് എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് പറഞ്ഞു, ആനന്ദ് പറഞ്ഞു, അതെ നീ ഇപ്പം എന്നോടൊപ്പം ഒരു സ്ഥലം വരെ വരണം എന്ന് പറയണം കേട്ടോ. എവിടെ കേട്ടോ ആനന്ദ് ഏട്ടാ, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു. അന്ന് നിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് ഈ ബാഗിനകത്ത് വെക്കാനായിട്ട് ആനന്ദ് പറയണം. അപ്പോൾ ദേവി ചോദിച്ചു, എന്തിനാ ആനന്ദ് ഏട്ടാ? അതെ നിന്നെ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് പറയൂ കേട്ടോ. അപ്പോഴേക്കും ദേവിയുടെ നെഞ്ച് അങ്ങ് ഒരു കത്തല, എന്ന് വെച്ചാൽ തന്നെ വീട്ടിൽ കൊണ്ടാക്കും എന്നുള്ള ദേവിയുടെ മനസ്സിൽ ആനന്ദിന് ആ ദേഷ്യവും ആ ഒരു ഇതൊക്കെ മാറി തന്നോട് പൊരുത്തപ്പെടും എന്നൊക്കെയുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ അതെല്ലാം മറികടത്തിക്കൊണ്ടാണ് ആനന്ദ് ഈ ഒരു കാര്യം പറഞ്ഞത്. ദേവിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ ആനന്ദ് നേരെ ദേവിയെ കൊണ്ടുവന്ന് ദേവിയുടെ വീട്ടിലോട്ട് ആക്കിയാണ്. അപ്പോൾ അവിടെ ചെന്ന്
ചെന്നപ്പോഴേക്കും നമ്മുടെ ശ്രീകലയും അതേപോലെ ഉദയഭാനും ഒക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുവന്നാക്കിയിട്ട് പറഞ്ഞതേ, നിങ്ങൾ ഏൽപ്പിച്ച നിങ്ങളുടെ മകള് ദേവിയെ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞു ഞാൻ പോവാണ്, പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിന് താഴെ ഒരു പെൺകുട്ടിയും കൂടെ നിങ്ങൾക്കില്ലേ, അതിനെങ്കിലും ഈ നുണയും കള്ളത്തരമൊന്നും ഇല്ലാണ്ട് മര്യാദയ്ക്ക് ഒരു സാധാരണ കുടുംബത്തിൽ കെട്ടിച്ച് വിടാൻ നോക്കുമെന്ന് പറയും കേട്ടോ. അത് കേട്ടപ്പോൾ ഉദയഭാനുവിനൊക്കെ വല്ലാണ്ടാവേണ്. എന്നിട്ട് ആനന്ദ് അങ്ങ് പോവാണ്. ദേവി വിങ്ങി പൊട്ടയാണ് കേട്ടോ. അപ്പം മരുമോനെ നീ കയറുന്നില്ലേ, എന്തിന് കയറുന്നു വരുമോ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയണം, പക്ഷേ ഇത് ദേവിയെ സംബന്ധിച്ച് ദേവിക്ക് സഹിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. ആനന്ദ് കൊണ്ട് തന്നെ വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോകുന്ന, എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പോകുന്ന സീനാണ്. അതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സീനുകളാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ദേവിയുടെ ആ ഒരു വിഷമമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എത്രയാണെങ്കിലും ഒരു അബദ്ധം ജീവിതത്തിൽ പറ്റിപ്പോയി. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വന്തം ഭർത്താവായ ആനന്ദ്. എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് പോണു എന്ന് പറയുമ്പോൾ ദേവിക്കത് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു വല്ലാത്തൊരു സീനാണ്. ആ എപ്പിസോഡിൽ വരുമ്പോൾ നമുക്കത് ഭയങ്കര നല്ലൊരു സീനാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് നമുക്കത് ഒരു വിഷമം തോന്നുന്ന സീനൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മീനാക്ഷി ദേവമംഗലത്തെത്തിയാണ്. എത്തിയപ്പോൾ നമ്മുടെ ഗോമതി നമ്മുടെ ആനന്ദിൻ്റെ കൂടെ ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ ഇരുന്നിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. ഓരോ ചിന്തകളും വിഷമവും ഒക്കെ കയറി വരാം. അങ്ങനെ ആനന്ദ് വന്നപ്പോൾ ഗോമതി നേരെ ഗോമതി സ്റ്റോഴ്സിലോട്ട് പോവാണ്. കാരണം വേറൊന്നുമില്ല, കുറച്ച് നേരം അവിടെ പോയി ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ മനസ്സിന് ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദ് ഗോമതിയെ കൊണ്ട് നേരെ ഗോമതി സ്റ്റോഴ്സിൽ പോവാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗോമതിയോടും ബാലനോടും ഓരോരുത്തർ വരുന്ന കസ്റ്റമേഴ്സ് ഇങ്ങനെ ഓരോന്ന് കല്യാണം മുടങ്ങിയല്ലേ, മോൾ എന്നാലും കാണിച്ചതൊരു വല്ലാത്ത അവിവേകം തന്നെ എന്നൊക്കെയുള്ള ഓരോ കുത്തു വർത്താനം മറുപടി പറഞ്ഞ് ഗോമതിയും നമ്മുടെ ബാലനും മടുത്തു. അവസാനം വേറെ ഒന്നും നോക്കിയില്ല. നമ്മുടെ ഗോമതി അവിടെ നിന്ന് നേരെ ജീവൻ്റെ കൂടെ തിരിച്ചിങ്ങ് ദേവമംഗലത്തോട്ട് വരാനായിട്ട് ഇറങ്ങുകയാണ്. ഈ സമയം മീനാക്ഷി നേരെ വരെയാണ്. വന്ന സമയത്ത് ഇന്ന് ഗോമതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുകന്യയാണ് കിച്ചൺ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമില്ല, എന്തോ സാമ്പാറോ എന്തൊക്കെയാണ് ഉപ്പൊക്കെ വാരിയിട്ട് നിറയ്ക്കുന്നുണ്ട്. വല്ല കുക്കിങ്ങോ കാര്യങ്ങളോ അറിയാവോ? അങ്ങനെ ഇതൊക്കെ കണ്ടു നിന്നിട്ട് മീനാക്ഷി മിണ്ടാണ്ട് ഒരു കത്തി എടുത്തുകൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് സുകന്യയുടെ ബാക്കിൽ നിന്നിട്ട് ഒരെണ്ണം അങ്ങോട്ട് വെച്ചു കൊടുത്താൽ ഈ വൃത്തികെട്ട സ്ത്രീക്കിട്ട്. കാരണം വെച്ചാൽ മീനാക്ഷിക്ക് അത്രയേറെ ദേഷ്യമാണ്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു കുടുംബത്തിലൊരു പെൺകുട്ടിയെ ഇങ്ങനെ ഇല്ലാണ്ടാക്കിയിട്ട് അവൾ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കണം, നിപ്പ് കണ്ടില്ലേ എന്ന രീതിയിൽ അത്ര കലിയോട് മീനാക്ഷി നിൽക്കുന്നു. സുകന്യ പെട്ടെന്ന് ഇങ്ങനെ തിരിയണതും മീനാക്ഷി കത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പേടിച്ച് പോയല്ലോ എന്ന് നമ്മുടെ സുകന്യ മീനാക്ഷിയോട് പറയുന്നത്. പേടിക്കോ? ഇതൊന്നും അല്ല പേടി, ഞാനിനി പറയാൻ പോണ കാര്യങ്ങൾ കേട്ടാൽ സുകന്യയായിട്ടെത്തി ഇതിൽ നിന്നും പേടിക്കുമല്ലോ. അപ്പോൾ എന്ത് കാര്യമെന്ന് സുകന്യ ചോദിക്കുകയാണ്. അതെ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അനുവിൻ്റെ ഈ കല്യാണം മുടങ്ങിയതിൽ സുകന്യേട്ടത്തേക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു. എനിക്കോ? നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് മീനാക്ഷി? സുകന്യേട്ടത്തെ ഒന്നും അറിയാത്ത കണക്ക് പൊട്ടം കളിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കണേന്ന് പറഞ്ഞു. നീ അനുവിനെ കണ്ടായിരുന്നോ? സുകന്യ ചോദിക്കുകയാണ്. ഞാൻ അനുവിനെ കണ്ടോ കണ്ടില്ലയോ അതല്ല ഞാൻ ചോദിച്ചത്. ഈ അനുവിൻ്റെ മിസ്സിങ്ങിൽ സുകന്യേട്ടത്തേക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ലയോ എന്നതാണ് എനിക്ക് അറിയേണ്ടതെന്ന് ചോദിക്കും. മിത്രയുടെ ചോദ്യം കേട്ട് സുകന്യ അമ്പരൊക്കെയാണ്. എന്നാലും പറ്റുന്ന പോലെ പിടിച്ച് നിൽക്കാന്നുള്ള രീതിയിൽ കുറേ നമ്പർ ഇടും. ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം നമ്മുടെ മീനാക്ഷി പറഞ്ഞു, അന്ന് അനുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു 2-3 മണിക്കൂർ ഇവിടെ ബാക്കിയുള്ളവർ ജീവൻ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടായിരുന്നു. ആ സമയത്ത് ആലോകിൻ്റെ അടുത്ത് തലേ ദിവസം അനുവിനെ പറഞ്ഞു വിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ മട്ടിൽ നിങ്ങൾ നിന്നില്ല സ്ത്രീയെന്ന് നമ്മുടെ മീനാക്ഷി ചോദിക്കണം. നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു അത് എന്നുള്ള രീതിയിൽ മീനാക്ഷി കടിച്ചു കൊല്ലാൻ കണക്ക് സുകന്യയുടെ അടുത്ത് ഷൗട്ട് ചെയ്യണം. അപ്പോൾ സുകന്യ പറഞ്ഞു, ഇതൊക്കെ അനു വെറുതെ പറയണേ, നിൻ്റെ തെളിവൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് തെളിവാണോ വേണ്ടത്? എന്തോരം തെളിവ് നിങ്ങൾക്ക് വേണം? ആലോകിൻ്റെ അടുത്ത് നിങ്ങൾ കൊണ്ടുവിട്ടതും അത് മാത്രമല്ല നിങ്ങളുടെ ഫോണിലോട്ട് അലോക് ഓരോ പ്രാവശ്യം ഈ ബന്ധം അനുവിന് അലോകുമായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. അവൾ പുതിയൊരു കല്യാണത്തിന് സമ്മതിച്ച് അതിലോട്ട് വന്ന പെൺകുട്ടിക്ക് അപ്പോഴപ്പോൾ അലോക് ഭീഷണിപ്പെടുത്താനായിട്ട് അലോകിൻ്റെ ഫോൺ കോൾ നിങ്ങൾ കൊണ്ടുവന്ന് അനുവിന് കൊടുത്തു. അത് തെളിവാണ്. നിങ്ങൾക്ക് തെളിവാണോ വേണ്ടത്? ഇത് കേട്ടപ്പോൾ സുകന്യ ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാ കാര്യങ്ങളും അനു പറഞ്ഞു. അത് മാത്രമല്ല ആ AI അവൻ എഡിറ്റ് ചെയ്ത അലോക് എഡിറ്റ് ചെയ്ത ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ അതും കൂടെ പറഞ്ഞ് അനുവിനെ
പേടിപ്പിച്ചു. അത് തന്നെയാണ് മെയിൻ ഈ ഉണ്ടായ സംഭവങ്ങൾ. അതിൻ്റെ പേരിലാണ് അനു ഇന്ന് ഈ ഒരു അവസ്ഥ അനു ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഈ വീട്ടിലെ ദേവമംഗലത്തിൽ എല്ലാവരോടും ഞാൻ പറയും, ഇനി നിങ്ങളുടെ സ്ഥാനം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അത് കേട്ടപ്പോൾ സുകന്യയ്ക്ക് ആകെ പേടിയാവുകയാണ്. കാരണം തൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടു. അപ്പോൾ സുകന്യ പറയും, മീനാക്ഷി പ്ലീസ് ചതിക്കല്ലേ മോളെ, ചതിക്കല്ലേ, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഒരിക്കലും അനുവിനെ അവൻ അങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അലോക് ഫോൺ കൊടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി ഇടിച്ചു വരൂ എന്നൊക്കെ. നിങ്ങളുടെ ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട എന്ന് എന്നെ മീനാക്ഷി പറയൂ കേട്ടോ. പക്ഷെ അലോക് തന്നെ അത് പ്രേരിപ്പിച്ച് ചെയ്തതാണെന്നാണ് നമ്മുടെ സുകന്യ പറയണത്. പക്ഷെ മീനാക്ഷി അതൊന്നും വിശ്വസിക്കാൻ നിന്നില്ല. പക്ഷെ അപ്പോൾ അവസാനം സുകന്യ മീനാക്ഷിയുടെ കാല് പിടിക്കുന്ന അവസ്ഥയായി. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഞാനേ ഇപ്പോൾ ഇതാരടുത്തും പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ഇനി ഈ ദേവമംഗലം കുടുംബത്തിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും വേലകളോ കള്ളത്തരങ്ങളോ ചെയ്യാനായിട്ട് കൂട്ടു നിൽക്കുകയോ എന്തെങ്കിലും ചെയ്തെന്നറിഞ്ഞാൽ ആ നിമിഷം ഞാൻ നിങ്ങളോട് പറയും. എനിക്ക് പറയാൻ ഇപ്പോഴും അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, നിങ്ങൾ അത് കണ്ട് ജയിച്ചു എന്ന് വിചാരിക്കേണ്ട. ഞാൻ ധർമ്മമാമനെ ഓർത്ത് മാത്രമാണ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നത് എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി ഈ ഉണ്ടാക്കി വെച്ച സാമ്പാർ എല്ലാം കൂടെ എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചു കൊടുത്താലോ, സുകന്യയുടെ എന്നുള്ള തലയിൽ കൂടെ ഒഴിച്ചു കൊടുത്താലോ എന്ന് മീനാക്ഷിക്ക് തോന്നി. പക്ഷേ ചെയ്തില്ല. എന്നിട്ട് നാണം ഇല്ലല്ലോ സ്ത്രീയെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആട്ട് തുപ്പും കൂടെ കൊടുത്തിട്ടാണ് മീനാക്ഷി ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി പോണത് കേട്ടോ. സുകന്യക്ക് ആകെ ഒരു ഇതായിപ്പോയി. എന്ന് വെച്ചാൽ സുകന്യയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇപ്പം അറിഞ്ഞു കഴിഞ്ഞല്ലോ. അത് ആകെ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ സുകന്യയ്ക്ക്. കാരണം സുകന്യ തന്നെയാണ് ഒരു പക്ഷേ ഈ അനുവിൻ്റെ കേസിൽ ഇത്രയും ആ ഒരു ഇത് കൊണ്ട് എത്തിച്ചത്. അവസാനം വേറെ പിന്നെ നമ്മുടെ ഗോമതി ആ സമയത്ത് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ആര്യൻ്റെ കൂടെ ഇങ്ങനെ തിരിച്ച് വരെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുകന്യയുടെ മീനാക്ഷിയുടെ സീനും കാര്യങ്ങളും തന്നെയാണ്. അതിനുശേഷം സുകന്യ പേടിച്ച് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്ന സീനൊക്കെയാണ്. അപ്പോൾ ഏകദേശം ഞാൻ ഈ പറഞ്ഞതിൻ്റെ 1-2 സീനൊക്കെ തിങ്കൾ ചൊവ്വയായിട്ടൊക്കെ കടന്നു വരും. അപ്പോൾ അനുമോള് നമ്മുടെ കൃഷ്ണമംഗലത്തെ അടിച്ചു വാരി തകർത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ പിന്നെ അലോകിനിട്ട് 8ൻ്റെ പണി, ഇടവും വലവും തിരിയാൻ പറ്റാത്ത രീതിയിൽ നല്ല 8ൻ്റെ പണി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ അനുശ്രീ ഇരിക്കുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും അലോകിനിട്ടുള്ള 8ൻ്റെ പണി കൊടുത്താണ് നമ്മൾ അനുശ്രീ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്ത് തന്നെ ഇരിക്കാം. നമ്മുടെ തമിഴിൽ വരുന്ന അതേ സെയിം തന്നെയാണ് നമ്മുടെ മലയാളത്തിലും വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊമോ നിങ്ങൾ എല്ലാവരും കേൾക്കുക. എല്ലാവരും നമ്മുടെ വീഡിയോസിന് ലൈക്ക് കൊടുക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളെ വരാനിരിക്കുന്ന സാന്ത്വനം 2-ൻ്റെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്കിപ്പ് അടിക്കാണ്ട് കാണണം കേട്ടോ. ആരും സ്കിപ്പൊന്നും അടിച്ച് കളയരുത്, ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.